ഈ കാണുന്ന വീട് 4 സെന്റിലാണ് നിൽക്കുന്നത്. 709 സ്ക്വയർ ഫീറ്റ് വീട്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പലതരം കൃഷി ചെയ്തിട്ടുണ്ട്. ചെടികളായിട്ടും പച്ചക്കറികളായിട്ടും തെങ്ങും കഴുങ്ങും എല്ലാം ഈ വീട്ടിലുണ്ട്. ഇതെൻ്റെ ഉമ്മമാൻ്റെ വീട്, എന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ വീട്. 64 വയസ്സുള്ള എൻ്റെ ഉമ്മമ്മ ഇതൊക്കെ ഒറ്റക്ക് ചെയ്യുന്നതാണ്. നമുക്ക് ടെറസിലേക്കൊന്ന് പോയി നോക്കാം, അത്ഭുത കാഴ്ചകൾ കാണാൻ. ഇത് മൾബറി ചെടി. ഇത് ഒരുപാട് മൾബറി ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് മൾബറി. പുളിയും മധുരവും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് അതിന്. ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല മൾബറി. ഇനി ഉണ്ടായാൽ തന്നെ എൻ്റെ അനിയന്മാർ പച്ചൊടുക്കിനെ പൊട്ടിക്കും. ഉമ്മമ്മ ഞങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ കൊമ്പ് മേടിച്ചത്, പക്ഷേ ഇവിടെ ഉണ്ടായ പോലെ ഞങ്ങളോട് ഉണ്ടാവുന്നില്ല. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റിൽ പല രീതിയിലാണ് വെച്ചത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇതൊക്കെ ചെയ്തത്. എൻ്റെ ഉപ്പയും സപ്പോർട്ടിനുണ്ട്. രണ്ടാൾക്ക് കൃഷിയോട് ഭയങ്കര ഹരമാണ്. ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെ വെക്കേണ്ട രീതികളൊക്കെ ഉപ്പ പറഞ്ഞു കൊടുക്കാറുണ്ട്. ബാക്കിയുള്ള തൈകളൊക്കെ ഉമ്മമ്മാൻ്റെ അറിവിനാണ് ചെയ്തത്. ഉമ്മമ്മ എന്തൊക്കെയാണ് നട്ടുപിടിപ്പിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ചക്കരക്കിഴങ്ങ്, പൂളക്കൊമ്പ്, വാഴ, മാവ്, പിന്നെ പ്ലാവ്. എനിക്ക് ഏറ്റവും ഇഷ്ടം മൾബറിയും ഡ്രാഗൺ ഫ്രൂട്ടാണ്. മൾബറി എത്ര തിന്നാലും മതിയാവില്ല. ഡ്രാഗൺ ഫ്രൂട്ട് ഈ രീതിയിൽ വെക്കുമ്പോൾ ഒരുപാട് ഭംഗിയിൽ വെക്കാം. 2 കാല് ഈ സൈഡിലും 2 കാല് അപ്പുറത്തെ സൈഡിലും വെക്കുക. എന്നിട്ട് ഒരു കോണി കെടുത്തി വെച്ചതുപോലെ ആ 2 കമ്പിമേ വെൽഡിങ് ചെയ്യുക. അതിൻ്റെ അടിയിൽ ഒരുപാട് ചട്ടി വെച്ച് ഡ്രാഗൺ പ്ലാന്റ് ചെയ്യാം. ഇത് ഒരു ഡ്രമ്മിൽ വെച്ച നാരങ്ങ തൈയാണ്. നന്നായി കായ പിടിക്കുന്ന നാടൻ നാരങ്ങയാണ് ഇതിലുണ്ടാവുക. എൻ്റെ മൂത്താപ്പാൻ്റെ വീട്ടിൽ ഇത് നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. അതിമന്ന് ലെയർ ചെയ്തു വെച്ചതാണ്. ഒരുപാട് മുളകും പച്ചക്കറികളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ നനച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഉമ്മമ്മ ഒറ്റക്കാണ്. ഉമ്മമ്മാനെ സമ്മതിക്കണം. ഉമ്മമ്മാൻ്റെ മുട്ട ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരുന്നു. മാഷാ അല്ലാഹ്, റംബൂട്ടാൻ്റെ ഫ്ലവറൊക്കെ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ. കൃഷി ചെയ്യാൻ പ്രായം ഒരു പ്രശ്നമല്ല, അതിനുള്ളൊരു മനസ്സാണ് വേണ്ടത്. ഉള്ള സ്ഥലത്ത് വെച്ച് നട്ടുപിടിപ്പിക്കണം. ആരോഗ്യം താനേ വന്നോളും അതിനൊക്കെ. കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്കും കമൻറ്റും ചെയ്യണേ.